പമ്പയാറ്റിലെ ഓളപ്പരപ്പിൽ ആവേശത്തിരയിളക്കിയ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ആലപ്പുഴ ടൗൺ ബോൾ ക്ലബിന്റെ ആയാപ്പറമ്പ് വലിയ ദിവാൻജി ജേതാക്കളായി. നടുഭാഗം ചുണ്ടൻ 2ാം സ്ഥാനവും ചമ്പക്കുളം ചുണ്ടൻ 3ാം സ്ഥാനവും സ്വന്തമാക്കി. അത്യന്തം ആവേശകരമായ മത്സരമായിരുന്നു ചമ്പക്കുളം മൂലം വള്ളംകളിയിലെ ഓരോ മത്സരങ്ങളും. 3 ഹീറ്റ്സുകളിലായാണ് 6 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിച്ചത്. അവസാന ഫൈനൽ മത്സരത്തിലേക്ക് കടന്നപ്പോൾ 1ാം ട്രാക്കിൽ ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ആയാപ്പറമ്പ് വലിയ ദിവാൻജിയായിരുന്നു. 2ാം ട്രാക്കിൽ നടുഭാഗം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നടുഭാഗം ചുണ്ടനും 3ാം ട്രാക്കിൽ ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ചമ്പക്കുളം ചുണ്ടനുമായിരുന്നു. ഓരോ വള്ളങ്ങളും ചരിത്ര പ്രാധാന്യമുള്ള വള്ളംകളിയുടെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ള മത്സരങ്ങളായിരുന്നു. ഓരോ വള്ളങ്ങൾക്കും അത്രയും ചരിത്രമുണ്ടായിരുന്നു. എന്തായാലും 1ാം സ്ഥാനത്തിലേക്ക് രാജപ്രമുഖൻ ട്രോഫി സ്വന്തമാക്കിയത് ആയാപ്പറമ്പ് വലിയ ദിവാൻജിയാണ്. ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വള്ളത്തിനായിരുന്നു ഇത്തവണത്തെ രാജപ്രമുഖൻ ട്രോഫി. എന്തായാലും ആ വള്ളത്തിന്റെ ക്യാപ്റ്റൻ നമ്മളോടൊപ്പമുണ്ട്. ആശംസകൾ. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? വളരെ മനോഹരമായിരുന്നു. നമ്മൾ രാവിലത്തെ ആ പ്രകൃതിയൊക്കെ നമുക്ക് എതിരായി പോകുന്ന പോലെ ചിന്തിച്ചിട്ടും കണ്ടില്ല, പ്രകൃതി പോലും മാറി നിന്നു. വളരെ സന്തോഷമായിട്ട്, അതായത് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളെക്കാൾ അപേക്ഷിച്ച് വളരെ മനോഹരമായിട്ട് വള്ളംകളി സമയത്ത് അവസാനിപ്പിക്കാൻ പറ്റി. വളരെ മനോഹരമായ മത്സരം. ആളുകളൊക്കെ ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായില്ലേ? തർക്കങ്ങളല്ലേ വള്ളംകളിയിൽ ഉണ്ടാവും, പക്ഷെ അത് കുട്ടനാട്ടുകാരെല്ലാം യോജിച്ചു പോകും. ഇതൊന്നും ഒരു പ്രശ്നമില്ല. നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ അടുത്ത ആഴ്ച മുതൽ പ്രാക്ടീസ് തുടങ്ങിയാണ്. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ ഞങ്ങളുടെ പിള്ളേർ പോകുന്നത്. ഈ ടീം തന്നെ വെച്ച് ഞങ്ങൾ മത്സരിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ഉണ്ടാവും. ഇതാണ് ഞങ്ങളുടെ ഉത്സവം. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അല്ലെ? പൊതുവെ നമ്മളിപ്പോ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ കണ്ടതിൽ നിന്നും നല്ല കാണികൾ ഉണ്ടായിരുന്നു, നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. രാവിലെ നമ്മളെല്ലാവരും ഭയപ്പെട്ടിരുന്നെങ്കിലും കാലാവസ്ഥ മാറി. ഉച്ചകഴിഞ്ഞ് നല്ല തെളിഞ്ഞ അന്തരീക്ഷം. വളരെ 2 കരകളിലും കണ്ടില്ലേ നിങ്ങൾ ആള് ആവേശവും. ചെറിയ തർക്കം ഉണ്ടായിട്ട് നിങ്ങൾ വീണ്ടും തുഴഞ്ഞു കയറി അല്ലെ ആദ്യം? അതാണല്ലോ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഇതൊന്നും നമ്മൾ ഈ പറയുന്ന പോലെ നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണേണ്ട ആൾക്കാരാണ് നമ്മൾ കുട്ടനാട്ടുകാർ. മത്സരം ആ സമയത്തും വാശി ആ സമയത്തും ഇതൊന്നുമില്ല. ഞങ്ങൾ ഒന്നിച്ചു പോകും. അത്തരത്തിൽ വള്ളംകളി എന്ന് പറഞ്ഞാൽ അത്ര തർക്കങ്ങളൊന്നുമില്ല. ആ മത്സരം കഴിഞ്ഞാൽ കപ്പ് നേടിക്കഴിഞ്ഞാൽ പിന്നെ അത്തരത്തിൽ യാതൊരു തർക്കങ്ങളും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരം ആവേശകരമായി ഓരോ കുട്ടനാട്ടുകാരനും നെഞ്ചിലേറ്റുന്നതാണ് വള്ളംകളി. ഇത്തവണത്തെ വള്ളംകളി സീസണ് ആവേശകരമായ തുടക്കമാണ്. ഇത്തവണ ചമ്പക്കുളം മൂലം വള്ളികളിൽ നിന്ന് രാജപ്രമുഖൻ ട്രോഫി ഉയർത്തിക്കൊണ്ട് ആയാപ്പറമ്പ് ചുണ്ടനും ആ ആവേശം ആലപ്പുഴയുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. ഇത്തരത്തിൽ ഇന്ന് വള്ളംകളി സീസണ് തുടക്കമാകുന്നു. അത് ആവേശകരമായ ഒരു തുടക്കം തന്നെയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ ചമ്പക്കുളത്ത് നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ചമ്പക്കുളം മൂലം വള്ളങ്ങളിലൂടെ ഇങ്ങനെ വള്ളംകളിയുടെ സീസണ് തുടക്കമാവുകയാണ്. ആയാപ്പറമ്പിന്റെ ട്രോഫി നേട്ടം എന്താണ്? കൺഗ്രാറ്റുലേഷൻസ്.